സഹൃദയരെയും ഈ ക്രിസ്തുമസ് പുതുവത്സര കാലഘട്ടങ്ങളിൽ നമുക്ക് കുടുംബത്തോടെ ഇരുന്ന് കാണാൻ പറ്റിയ മറ്റൊരു ചലച്ചിത്രവുമായാണ് ഞാനിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മുടെ ചലച്ചിത്രത്തിൻ്റെ പേര് ടെട്രിസ്. 2023 ഈ ചലച്ചിത്രം പുറത്തിറങ്ങുന്നത്. ആപ്പിൾ TV പ്ലസിൽ പോവുകയാണെങ്കിൽ നമുക്ക് ചലച്ചിത്രം വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ ചലച്ചിത്രത്തിൻ്റെ നാമകരണം പോലെ തന്നെ ടെട്രിസ് എന്ന വീഡിയോ ഗെയിമിൻ്റെ യഥാർത്ഥ പശ്ചാത്തല കഥയാണ് ഇതിൽ സംസാരിക്കുന്നത്. 1988 ഈ കഥ നടക്കുന്നത്. അതുമാത്രമല്ല ഇത് ശരിക്കും നടന്ന കഥയാണ്. ടെട്രിസ് എന്ന ഗെയിമിന് എന്താണ് സംഭവിച്ചതെന്ന് അതുപോലെ തന്നെ പകർത്തിയിട്ടുള്ളതായാണ് എൻ്റെ അറിവ്. സോവിയറ്റ് യൂണിയനിൽ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ ഗെയിം കണ്ടുപിടിക്കുന്നത്. അദ്ദേഹം തൻ്റെ ഒഴിവ് സമയങ്ങളിൽ ആനന്ദകരമാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഗെയിം കണ്ടുപിടിക്കുന്നത്. സോവിയറ്റ് യൂണിയൻ ആയതുകൊണ്ട് തന്നെ ഇത്തരം ഗെയിമുകളൊന്നും അവിടെ അനുവദനീയമല്ല. എന്നാലും ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഗെയിം അവിടെ മുഴുവൻ തരംഗമാവുകയാണ്. ഈ ഗെയിമിൻ്റെ കാര്യം പുറം ലോകം അറിഞ്ഞപ്പോൾ അവർക്ക് ഇതിനുള്ള സാധ്യതകൾ മനസ്സിലാക്കി ഈ ഗെയിം എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്നും മനസ്സിലാക്കി. അതിൻ്റെ കോപ്പിറൈറ്റിന് വേണ്ടിയായിരുന്നു പിന്നീട് നടന്ന പ്രശ്നങ്ങൾ മുഴുവൻ. അതുതന്നെയാണ് ഈ ചിത്രത്തിൽ പ്രധാനമായും സംസാരിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ കഥാനായകനും ഈ ഗെയിമിൻ്റെ സാധ്യതകളെ പറ്റി തിരിച്ചറിയുന്നത്. അങ്ങനെ അദ്ദേഹം ഒരു ലോണൊക്കെ എടുത്ത് ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങുകയാണ്. ഈ ഗെയിമിൻ്റെ കോപ്പിറൈറ്റ് കൈക്കലാക്കാൻ വേണ്ടി ധാരാളം കമ്പനികൾ മുന്നിട്ടിറങ്ങുന്നു. അത് മാത്രമല്ല സോവിയറ്റ് യൂണിയന് ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാവുന്നു. അതിനെ തുടർന്ന് അതിൻ്റെ നിർമ്മാതാവിനെ അവരവിടെ വിളിച്ചു വരുത്തുന്നു. അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ പവർ അറിയാമല്ലോ. അതുപോലെ തന്നെ ഗെയിമിൻ്റെ നിർമ്മാതാവിന് ഇതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഉപയോഗവുമില്ല. സോവിയറ്റ് യൂണിയനിലെ ഏതാനും ചില ഉദ്യോഗസ്ഥർ അവർ പേഴ്സണലി അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ആണ് ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങുന്നത്. ധാരാളം പൈസ കിട്ടുന്ന കാര്യമാണ് ഇത്. അന്നത്തെ കാലത്ത് വളരെ തരംഗമേറിയ ഒരു ഗെയിമായിരുന്നു. അതിന് കോപ്പിറൈറ്റ് കിട്ടുക എന്ന് പറയുന്നത് ലോകം മൊത്തം വിലക്കെടുക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കും പൈസ അവന്മാർക്ക് കിട്ടുന്നത്. അതുതന്നെയായിരുന്നു എല്ലാവരുടെയും ലക്ഷ്യം. അങ്ങനെ നമ്മുടെ ഗെയിം നിർമ്മിച്ച നിർമ്മാതാവിന് പ്രത്യേകിച്ച് പോകാൻ വഴികളൊന്നുമില്ല. അവർ പറയുന്നത് പോലെ കേട്ടേ വരും. അതുകൊണ്ട് കോപ്പിറൈറ്റ് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ നിർമ്മാതാവിന് 10 പൈസ കിട്ടില്ല. പട്ടി വിലയും പരിഹാസവും പട്ടിത്താറ്റും മാത്രം. പൈസ മൊത്തവും അവന്മാർ കൊണ്ടുപോകും. സോവിയറ്റ് യൂണിയൻ കൊണ്ടുപോകുന്നതായിരിക്കും. സോവിയറ്റ് യൂണിയനിലെ ചില ഉദ്യോഗസ്ഥർ അതെടുത്ത് പറയണം. അങ്ങനെ എന്ത് വില കൊടുത്തും കോപ്പിറൈറ്റ് സ്വന്തമാക്കാൻ വേണ്ടി നമ്മുടെ കഥാനായകൻ റഷ്യയിലേക്ക് എത്തി. സോവിയറ്റ് യൂണിയനിലെത്തിയെങ്കിലും അപ്പോഴാണ് അദ്ദേഹത്തിന് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാവുന്നത്. മാത്രമല്ല ഇത് എടുക്കാൻ വേണ്ടി ധാരാളം കമ്പനികൾ മുന്നിട്ടിറങ്ങുന്നു. അതുമാത്രമല്ല അവർ ധാരാളം പൈസയും അവർക്ക് ഓഫർ ചെയ്യുന്നു. എന്നാൽ അപ്പോഴാണ് ഇദ്ദേഹം നമ്മുടെ ഗെയിമിൻ്റെ നിർമ്മാതാവിനെ കണ്ടുമുട്ടുന്നത്. ഗെയിമിൻ്റെ നിർമ്മാതാവിനെ കണ്ടുമുട്ടുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവുന്നു ഇത് ആര് വാങ്ങിച്ചാലും ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് യാതൊരു ഉപയോഗവുമില്ല. എന്നാലും ഗെയിം ക്രിയേറ്റ് ചെയ്ത ഇദ്ദേഹമാണല്ലോ. ഇദ്ദേഹത്തിനുള്ള റെസ്പെക്റ്റ് അദ്ദേഹത്തിന് തോന്നുന്നു. അങ്ങനെ ഇവർ തമ്മിൽ ഫ്രണ്ട്സ് ആവുന്നു. ഈ ഗെയിമിൻ്റെ നിർമ്മാതാവും നമ്മുടെ കഥാനായകനും തമ്മിൽ വളരെ നല്ലൊരു സൗഹൃദ ബന്ധം അവിടെ തുടങ്ങുകയായിരുന്നു. അവരിടയ്ക്ക് അവിടെ അങ്ങനെ പാർട്ടിക്കൊക്കെ ഇറങ്ങാൻ പോയി. പക്ഷേ ഇത് വെളിയിലറിയാൻ പറ്റില്ല. വെളിയിലറിയാൻ ഭയങ്കര വിഷയമായിരിക്കും. നമ്മുടെ ഗെയിമിൻ്റെ നിർമ്മാതാവിൻ്റെ തല പോവും. അങ്ങനത്തെ പ്രശ്നമാണ് അവിടെ ഉള്ളത്. പാർട്ടിയിലൊക്കെ പോകുന്നു. അതുമാത്രമല്ല പാർട്ടിയിൽ വെച്ച് അവർ പറയുന്നു ഗെയിമിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് താങ്കൾക്ക് ഈ ഐഡിയ കിട്ടിയത് എന്ന് നമ്മുടെ കഥാനായകൻ ചോദിക്കണം. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഗുഡ് ഐഡിയാസ് ഹാവ് നോ ബോർഡേഴ്സ് എന്ന്. മനോഹരമായി വാക്കുകൾ. അതെനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. ഇതിൽ നമ്മുടെ കഥാനായകൻ്റെ റിയൽ ലൈഫ് നോക്കുകയാണെങ്കിൽ ടേറൻ എഗേട്ടൻ എന്നാണ് നമ്മുടെ അഭിനേതാവിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായാണ് അദ്ദേഹം ചൂസ് ചെയ്തിരിക്കുന്നത്. സെലക്ഷനൊക്കെ കൊള്ളാം. എല്ലാം നല്ല സിനിമകളാണ് അദ്ദേഹത്തിൻ്റെ. ഏകദേശം എല്ലാം. കിങ്സ്മാനിലേക്ക് ഇദ്ദേഹമാണ് നായകനായി നിൽക്കുന്നത്. കിങ്സ്മാൻ മാത്രമല്ല അതുപോലെ വേറെ നല്ല സിനിമകൾ ധാരാളമുണ്ട് അദ്ദേഹത്തിന്. അതിനെപ്പറ്റി ഒരു സിനിമ 2-3 ചെയ്യണം ഇദ്ദേഹത്തിൻ്റെ. നല്ല സിനിമകൾ നമുക്ക് എടുത്ത് ചെയ്യാം. അങ്ങനെ അടിപൊളിയായി ഗവൺമെൻറ്റൊക്കെ വലിയ സീനായി. എന്തായാലും അവസാനം കോപ്പിറൈറ്റ് അവർക്ക് തന്നെ കൊടുക്കും. നായകന് തന്നെ കിട്ടും. അങ്ങനെ അവർ ഗെയിം ബോയൊക്കെ ഇറക്കുമ്പോൾ മനോഹരമായിരുന്നു. മനോഹരം. അവസാനമൊക്കെ കാണണം. അവസാനമൊക്കെ നമുക്ക് രോമാഞ്ചം. അങ്ങനത്തെ ഒരു ഗെയിമായിരുന്നു. അങ്ങനെ ഈ സോവിയറ്റ് യൂണിയനിൽ നിന്ന് അവസാനം ഇവരുടെ യുദ്ധം കഴിഞ്ഞ് ഗവൺമെൻറ്റൊക്കെ മാറുമ്പോൾ അതിനുശേഷം നമ്മുടെ കഥാനായകൻ്റെ വാക്ക് കൊടുത്തിരുന്നു ഞാൻ തിരിച്ചു വരും നിങ്ങളെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അദ്ദേഹം അതേപോലെ തന്നെ ചെയ്തു. സോവിയറ്റ് യൂണിയനിൽ നിന്ന് അദ്ദേഹം ജപ്പാനോട്ടോ അമേരിക്കയിലോട്ടോ കേട്ടോ എങ്ങോട്ടും അദ്ദേഹം കൊണ്ടുപോകും. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ കൂടെയാണ് കൊണ്ടുപോകുന്നത്. ഇദ്ദേഹത്തിനെ കൊണ്ടുപോയി ഇവർ പാർട്ട്നേഴ്സ് ആവുന്നു. അവർ സ്വന്തമായിട്ട് ഗെയിം എങ്ങനെ ഉണ്ടാക്കുന്നു. വളരെ മനോഹരമായൊരു സിനിമയായിരുന്നു അത്. വളരെ മനോഹരം. ഇതിൽ അവരുടെ രണ്ടുപേരും ഒരു സൗഹൃദ ബന്ധം അത് പറയാതിരിക്കാൻ വയ്യ. അതാണ് എന്നെ ഏറെ സന്തോഷവാനാക്കിയത്. ഇതിൽ നമ്മളെ പിടിച്ചിരുത്തും. ഏതോ ഒരു ശക്തി പിടിച്ചിരുത്തുന്നത് പോലെ അത്രയും എൻഗേജിങ് ആയിട്ടാണ് നമ്മുടെ സ്റ്റോറിയൊക്കെ പോകുന്നത്. ഉറപ്പായി ഇത് കാണാൻ ശ്രമിക്കണം. വളരെ മനോഹരമായ ഒരു ചലച്ചിത്രമാണത്. നമ്മുടെ ഇനി കമൻറ്റ് ബോക്സിൽ പോവുകയാണെങ്കിൽ ആപ്പിൾ TV പ്ലസ് ഇത് വന്നിട്ടുള്ളത് അറിയാമല്ലോ അല്ലേ. ഇവർ ആപ്പിൾ TV പ്ലസ് നല്ല ഇഷ്ടം പോലെ സിനിമകളും സീരീസൊക്കെ ഉണ്ട്. പക്ഷേ അവർ പ്രൊമോട്ട് ചെയ്യാറില്ല. എനിക്കൊന്ന് കാസ്റ്റിന് വേണ്ടിയും ക്വാളിറ്റിക്ക് വേണ്ടിയാണ് അവർ ഫുള്ള് പൈസ ഇറക്കുന്നത്. പ്രൊമോഷന് വേണ്ടി അവർ പൈസയെ ഇറക്കാറില്ല. അതുകൊണ്ട് എല്ലാം ഇങ്ങനെ മിണ്ടാതെ ഇട്ടേക്കുകയാണ്. അതിൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ ഇഷ്ടംപോലെ സാധനമുണ്ട് കാണാനുള്ള. നല്ല ക്വാളിറ്റിയുള്ള സാധനം എല്ലാം. ഇങ്ങനെ ആപ്പിൾ TV പ്ലസിൻ്റെ മിണ്ടാതെ ഇങ്ങനെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായി വളർന്ന് വന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇനി നമുക്ക് ഈ ചലച്ചിത്രത്തിൻ്റെ ട്രെയിലറിന് താഴെയുള്ള പ്രശസ്തമായ കമൻറ്റുകളിലേക്ക് നോക്കാം. ഒരു വർഷം മുമ്പ് ഓൺ മിസ്റ്റർ @ lot 5
റഷ്യക്കാരാണെന്ന് തോന്നുന്നു. ബിബു ഫാൻസ് കൂടുതൽ റഷ്യക്കാരാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അത് വായിക്കാതിരിക്കട്ടെ, പേര് വായിക്കണ്ട. ഹോളി മോളി, വാട്ട് ഡിഡ് ഐ ജസ്റ്റ് വാച്ച്? ആസ് എ കിഡ് ഹൂ ഗ്രൂ അപ്പ് ഇൻ 90s, ദിസ് വാസ് ദ അൾട്ടിമേറ്റ് വാക്ക് ഡൗൺ മെമ്മറി ലൈൻ. പരമാർത്ഥം. ദാറ്റ് Raven Bade early 90s video game aesthetic and the Tetris inspired music made this 14 years old man cry like the little boy when he was first played the game. And entire generation needed this. അത് വളരെ ശരിയാണ്. വളരെയേറെ ഓർമ്മകൾ എന്നെയും ഈ സിനിമ കണ്ടപ്പോൾ തൊട്ടുണർത്തിയിരുന്നു. അതുമാത്രമല്ല, ഇതിലൊരു സോങ് ഉണ്ട്, ദ ഫൈനൽ കൗണ്ട് ഡൗൺ. അത് നൈസ് സോങ്ങാണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പണ്ടേ ഉള്ള സോങ്ങാണെന്ന് തോന്നുമായിരിക്കും. അതിൻ്റെ മ്യൂസിക് ലൈബ്രറിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതെങ്കിലും ആ പാട്ട് കേൾക്കാൻ ശ്രമിക്കണം. ഈ സിനിമ കണ്ടാൽ ആ പാട്ടിന് നമ്മളൊരു വലിയൊരു ആരാധകനായി മാറും. ആ പാട്ട് മുമ്പ് കേട്ടിട്ടുണ്ട്. എന്തായാലും ഈ സിനിമയിൽ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് നമുക്കിനിയും അടുത്ത കമൻറ്റിലേക്ക് പോകാം. ഡേവിഡ് സിൽവർ ബെൽ. 2 വർഷം മുമ്പാണ് അതേ കമൻറ്റ് ചെയ്തത്. ഈ സിനിമ വന്നിട്ട് കുറേ നാളായി, പക്ഷേ ഞാൻ 1 വർഷത്തിനിടയ്ക്കാണ് ഇത് കാണുന്നത്. ഇതങ്ങനെ ആർക്കും അറിഞ്ഞോടുന്നു തോന്നുന്നു. ഇതെങ്ങനെ ഇവന്മാർ മിണ്ടാതെ കൊണ്ട് വെച്ചേക്കുന്നത്. Putting aside the jokes, I loved the throwback to Microsoft. Didn't know it collapsed in itself due to mismanagement. It was a pretty important UK game developer back in the day. Caesar the cat was one of the first C64 games I remember I have ever played. ആ ഗെയിമിനെ കളിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. And Andromeda software, look for the long play of Scarabus by Der Skum. റഷ്യക്കാരനാണെന്ന് തോന്നുന്നു. I also didn't know the chaos behind the management of the worldwide rights. Suddenly വേൾഡ് റൈറ്റ്സ് വേണ്ടിയാണ് ഈ ഫുൾ മൂവിയിൽ അടി നടക്കുന്നത്. പറയാതിരിക്കാൻ വയ്യല്ലേ. കാണണം, നമ്മൾ ഈ സിനിമ കണ്ടാലേ ഒരു ഫീലിംഗ് വരും. ഒരു പേഴ്സണൽ ഫേവറേറ്റ് മൂവികളിൽ ഒന്നാണ് ഈ സിനിമ. എപ്പോഴും ഇന്നലെ ഒരെണ്ണം പറഞ്ഞിരുന്നു, അത് നിങ്ങൾ കാണാൻ ശ്രമിക്കുക, ഇതും കാണാൻ ശ്രമിക്കുക. വളരെ നല്ല സിനിമയാണത്. ഇത് നമ്മൾ മറ്റൊരു കമൻറ്റ് നോക്കുകയാണെങ്കിൽ, സാധാരണ ഒരു കമൻറ്റൊക്കെ ഇതിൽ നോക്കാറുള്ളൂ, അങ്ങനെയല്ല ഇതിൽ വീഡിയോയിലെടുത്ത് ഉൾപ്പെടുത്താറുള്ളൂ. പക്ഷേ ഇതിൽ കൊള്ളാം, എല്ലാം നല്ല കമൻറ്റ് ഉണ്ട്. വൺ മിസ്റ്റർ ക്യൂബി 63 1 വർഷം മുമ്പ് അദ്ദേഹം കമൻറ്റ് ഇട്ടിരിക്കുന്നു. This movie lied in that highlighted not the creator of the game who did not seek money, but rather Steen who lied his way to settle the product away from the original creator without any benefit to him until he was forced to fight back. അത് വളരെ ശരിയാണ്. അവസാനം അങ്ങനെ ഫോഴ്സ്ഡ് ആയിട്ടാണ് ഇത് ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇതുമൂലം ഗെയിം വെളിയിൽ വന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജോലി പോയി. ഗെയിം ക്രിയേറ്റ് ചെയ്ത് അങ്ങേൻ്റെ ജോലി പോയി, വഴിയാധാരമായി. പിള്ളേരെ വെച്ച് പേടിപ്പിച്ചാണ് മറ്റേ ഗവൺമെൻറ് ഇദ്ദേഹത്തിനോട് റൈറ്റ് അവർക്ക് കൊടുക്കാൻ നോക്കുന്നത്. ലാസ്റ്റ് അദ്ദേഹത്തിന് വേറെ ഒരു വഴിയില്ല. ഗെയിം എങ്ങനെയെങ്കിലും നമ്മുടെ ഈ കഥാനായകന് കൊടുത്താലേ അദ്ദേഹത്തിന് ഏതെങ്കിലും ബെനിഫിറ്റ് ചെയ്യുള്ളൂ എന്ന് അദ്ദേഹം പ്രോമിസ് ചെയ്തിരുന്നു. അത് മാത്രമേ ഒരു വഴിയുള്ളൂ. അതാണ് ഇതിലെ പ്രധാന പ്ലോട്ട്. അതെനിക്കിഷ്ടപ്പെട്ട്. അങ്ങനെ കാണണം. അങ്ങനെ ക്യാരക്ടറായിട്ട് അഭിനയിച്ച അദ്ദേഹവും നല്ല രീതിയിലുള്ളൊരു അഭിനയമായിരുന്നു. നമ്മൾ ലാസ്റ്റ് ഇരുന്ന് കരഞ്ഞു. അങ്ങനെ രക്ഷപ്പെട്ടല്ലോ എന്നൊരവസ്ഥ. അത് കണ്ടാൽ മതിയായിരുന്നു. കണ്ടു തരണം എൻ്റെ അപ്പോൾ സഹൃദയരെ, നമുക്ക് വിട പറയാനുള്ള സമയം ആഗതമായിരിക്കുകയാണ്. ഇത്രയും നേരം ക്ഷമാശീലരായി നമ്മോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ ക്രിസ്മസ് കാലമായതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ഇതുപോലെ ഒരു ഫീൽ ഗുഡ് ചലച്ചിത്രവുമായി വരാം. ഇനി 5-6 ഫീൽ ഗുഡ് ചലച്ചിത്രം കഴിഞ്ഞ ശേഷം നമുക്ക് പഴയതുപോലെ വയലൻസ് മറ്റു ട്രാക്കുകളിലേക്ക് കിടക്കാം എന്നാണ് എൻ്റെ ഒരു തീരുമാനം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.